വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 4th ജനുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 6th ജനുവരി മുതൽ 10th ജനുവരി വരെയുള്ള വീക്കാണ്. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് 2025 കടന്നിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ ഫസ്റ്റ് വീക്കിലുള്ള ട്രേഡിങ് കഴിഞ്ഞ വീക്കിൽ തന്നെ നമുക്ക് കാണാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു. കുറേയധികം മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും കഴിഞ്ഞ വീക്കിൽ നമ്മൾ കാണുകയുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വർഷമാണ് 2025 എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് പല കമ്പനികളുടെയും മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ക്വാർട്ടറിൻ്റെ ഇപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ തേർഡ് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് നമുക്കറിയാം അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. ആ ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് ഒരു നല്ല റിസൾട്ടുകളായിരിക്കും പല കമ്പനികളും ഡിക്ലെയർ ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം ഫെബ്രുവരി മന്തിൽ ബജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം എക്സ്പെക്റ്റേഷനിലുള്ള വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റിൻ്റെ പെർഫോമൻസാണ് നമുക്ക് ഈ ജനുവരി മന്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. അതിൽ കുറേയധികം സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,000 മുകളിൽ 24,004 191 പോയിൻറ്റ്സാണ് കഴിഞ്ഞ വീക്കിൽ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് ഉണ്ടായിരുന്നത്. തേഴ്സ്ഡേയിൽ മാത്രം നിഫ്റ്റി കുറേ അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ റാലി ആയിട്ടുള്ള 445 പോയിൻറ്റ്സിൻ്റെ റാലിയാണ് തേഴ്സ്ഡേയിൽ നടത്തിയത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും സെൻസെക്സ് ഒരു 524 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 79,223 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ വീണ്ടും 80,000 എന്നുള്ള ലെവൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും 951 പോയിൻറ്റ്സ് ഉയർന്ന് 57,931 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാം 277 പോയിൻറ്റ്സ് ഉയർന്ന് 19,033 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല ഡിസംബർ മന്തിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുറേയധികം ഓട്ടോമൊബൈൽ കമ്പനീസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ടു. അതിൽ നമ്മൾ കണ്ടു ഏഷ്യർ മോട്ടേഴ്സ് തേഴ്സ്ഡേയിൽ 8.6% ഉയർന്നതെന്നുണ്ടെങ്കിൽ അശോക് ലൈലൻഡ് 6.2% ഉയർന്നും. അതുപോലെ മാരുതി സുസുക്കി 5.6% ഉയർന്നും. അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4.2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും നമ്മൾ ഡിസംബർ മന്തിൻ്റെ സെയിൽസിൽ ഏഷ്യർ മോട്ടോഴ്സും മാരുതി മഹീന്ദ്രയും വളരെ നല്ല ഒരു ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ചാർട്ടിൽ കാണാൻ സാധിക്കും തേഴ്സ്ഡേയിലോ ഈ കമ്പനി ഒരു 8.65% ഒരു വലിയ റാലി നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ എന്തായാലും 5,000 മുകളിലേക്ക് ഏഷ്യർ മോട്ടേഴ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 5,310 അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് അശോക് ലൈലൻഡിൻ്റെ ചാർട്ടാണ്. അശോക് ലൈലൻഡ് 5.95% ഫ്രൈഡേയിൽ തേഴ്സ്ഡേയിൽ റാലി ചെയ്തത്. അതിനുശേഷം 234 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ പോലെ തന്നെ അശോക് ലൈലൻഡും വരും ദിവസങ്ങളിലും ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് മാരുതിയാണ്. മാരുതി ഒരു കറക്ഷനിലൂടെ ഇതെല്ലാം കടന്നു പോയതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ വളരെ നല്ലൊരു റാലിയിലൂടെ തേഴ്സ്ഡേയിൽ 5.65% ഒരു റാലിയോടുകൂടി ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,934 അതുകൊണ്ട് മാരുതിയും നമുക്കൊരു 12,000 മുകളിലേക്ക് ഉള്ളൊരു ഈ റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും മറ്റൊരു സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. മഹീന്ദ്ര തേഴ്സ്ഡേയിൽ 4.19% റാലിയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഫ്രൈഡേയിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ക്ലോസ് ചെയ്തിരിക്കുന്നത് 3,190 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓൾമോസ്റ്റ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 670 ലെവലിൽ നിന്നും 3,190 ലെവലിലേക്ക് വന്നൊരു സ്റ്റോക്കാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഇതുപോലെയുള്ള ഒരു അപ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
കഴിഞ്ഞ നമുക്കറിയാം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന മാസങ്ങളല്ലായിരുന്നു. കാരണം കുറേയധികം സ്റ്റോക്കുകൾ എല്ലാം മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഒരു വലിയ കറക്ഷനിലൂടെ ഒക്ടോബർ മാസത്തിൽ കറക്ഷന് ശേഷം ഒരു റീബൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ്റെ മോഡിലൂടെ പോയ മാസങ്ങളായിരുന്നു നവംബറും ഡിസംബറും. അപ്പോൾ പലരും നിരാശയിലാണ് പലരുടെയും പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ മൂവ് ചെയ്യാത്തതിനെക്കുറിച്ച്. പക്ഷേ ജനുവരി മന്തിൽ ഞാൻ കഴിഞ്ഞ വീക്കിൽ തന്നെ ട്രെൻഡിൽ നിന്ന് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളെല്ലാം വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സിൽ നമുക്കിത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 2025 വളരെ നല്ലൊരു വർഷമായിരിക്കും. വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മളെപ്പോഴും മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി, നെഗറ്റീവ് ന്യൂസുകൾ പലതും നമ്മൾ ഭയപ്പെടുത്താനായിട്ട് മാർക്കറ്റിൽ വരാറുണ്ട്. അങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും അതേസമയം നമ്മൾ ഒരു ഇൻവെസ്റ്റർ ഈ ന്യൂസുകൾ ബേസിക്കലി ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊരു ട്രേഡർ അല്ല, എങ്കിൽ ഒരു സ്പെക്കുലേറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി വരുന്ന ന്യൂസുകളെ കാര്യമായിട്ട് നിങ്ങൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അതേസമയം ക്വാർട്ടർലി റിസൾട്ട്സോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ വറീഡായാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയാലും മതി. അല്ല എന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി നമുക്കറിയാം, ആ കമ്പനി ഒരു കുറേ ഏതെങ്കിലും സർവീസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനി അതിൽ വേണ്ട സ്ട്രാറ്റജീസ് എല്ലാം ഫോം ചെയ്ത് അവരതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പെർഫോം ചെയ്യുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ടോട് കൂടിയൊരു ക്വാർട്ടറിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു നല്ല കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ലൊരു റിസൾട്ട് വരാൻ പോസിബിലിറ്റി ഉള്ളൊരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ ആ റിസൾട്ട് വരുമ്പോൾ ആ മൂവ്മെൻറ്റ് വരുന്നത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഓരോ ക്വാർട്ടറിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ് ന്യൂസുകൾ, ഡെയിലി വരുന്ന ന്യൂസുകൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് സ്റ്റോക്കിന് ന്യൂസ് ഒരുപക്ഷെ വരുന്ന സമയമാകുമ്പോഴേക്കും ആ സ്റ്റോക്കിൻ്റെ ഒരു ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഒരുപക്ഷെ അവിടെ നിന്നും താഴാനുള്ളൊരു പോസിബിലിറ്റി ഉള്ള സമയത്തായിരിക്കും ന്യൂസ് എല്ലാവർക്കും ലഭിക്കുന്നത്. അപ്പോൾ ന്യൂസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്റ്റോക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സമയത്തായിരിക്കും എല്ലാ റീറ്റെയിൽ ക്ലയൻസിൻ്റെ അടുത്തേക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് ആണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതാണ് പലപ്പോഴും ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സ് പോലെയുള്ള ഒരു റിസർച്ച് സ്ഥാപനം ചെയ്യുന്നൊരു കാര്യം. നേരത്തെ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു ഗ്രോത്ത് വരുന്നതിന് മുമ്പ് ആ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുകയും അതുപോലെ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അപ്വേർഡ് മൂവ്മെൻറ്റിൽ ന്യൂസുകളെല്ലാം വരുന്നൊരു സമയത്തൊക്കെ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയും ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേസമയം ഇതുപോലെയുള്ള നെഗറ്റീവ് ന്യൂസുകളിൽ നിന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ളത്, നമുക്ക് ITC എന്നുള്ള കമ്പനി, ITC ഹോട്ടൽസ് എന്നുള്ള 2 കമ്പനികളായിട്ട് മാറുകയാണ്. ITC ഹോട്ടൽസ് ITC ലിമിറ്റഡിൽ നിന്നും ഡിമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു അതിൽ ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ഈ ഡിമർജ് ചെയ്യുന്ന കമ്പനി ITC ഹോട്ടൽസിൻ്റെ ഷെയർസ് ലഭിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കുക. അതുപോലെ അതായത് ഒരു 10 ITCയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ITC ഹോട്ടൽസിൻ്റെ സ്റ്റോക്ക് ലഭിക്കും എന്നുള്ള രീതിയിലാണ് അതിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ മൺഡേ മുതൽ
ഈ സ്റ്റോക്കുകൾ ITC ഹോട്ടലിലൂടെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഒരുപക്ഷെ ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ITC ഹോട്ടൽ എന്നുള്ള കമ്പനി നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്തായാലും ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു ടിക്കർ അടുത്ത ദിവസം മുതൽ നമ്മൾ റിലയൻസ് ജിയോ ലിസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരു പ്രൈസ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡമ്മി ആയിട്ടുള്ള ഒരു ടിക്കർ മൺഡേ മുതലുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. അത് മൺഡേ അടുത്തൊരു ലിസ്റ്റിംഗ് ഡേറ്റ് ഫെബ്രുവരി മന്തിലൊക്കെ പറയുന്ന സമയത്തായിരിക്കും വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും ITC ഹോട്ടൽസ് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി സെക്ടറൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ITC ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷനായിരിക്കും. അതുപോലെ നമ്മൾ എല്ലാ വീക്കിലും നമ്മൾ കുറച്ച് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ ഈ പെർഫോമൻസ് സമയത്ത് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അങ്ങനത്തെ ഒരു 3-4 സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോൾ കാണുന്നത് PTC ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി അതർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിലും വളരെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റോട് കൂടി 14,404 ക്ലോസ് ചെയ്തിരിക്കുന്നത്. PTC ഇൻഡസ്ട്രീസ് വരും ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഇനിയും ഒരു 20%-അധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ളൊരു സ്റ്റോക്കാണ് PTC ഇൻഡസ്ട്രീസ്. അതുപോലെ ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിങ്സ്, ഇതൊരു ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനീസ് എന്നുള്ള ഇൻഡസ്ട്രി പറയണം. കാരണം ചോളമണ്ഡലം ഗ്രൂപ്പിൻ്റെ പല കമ്പനികളുടെയും സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നൊരു ഹോൾഡിംഗ് കമ്പനിയാണ് ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിങ്സ്. ഈ സ്റ്റോക്കും ഒരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം 2154 എന്നുള്ളൊരു ഹൈയിൽ നിന്നും കറക്റ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു റീബൗണ്ടോട് കൂടി 1552 ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിങ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും ഒരു റീബൗണ്ടിൻ്റെ ഒരു മൂഡിലാണ്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കും വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് പോളി മെഡിക്യൂർ എന്നുള്ള സ്റ്റോക്ക്. ഇത് ഹെൽത്ത് കെയർ സപ്ലൈസ് ആണ് പോളി മെഡിക്യൂറിൻ്റെ ഇൻഡസ്ട്രി. ഈ സ്റ്റോക്കും കഴിഞ്ഞ ദിവസത്തിലൊരു റീബൗണ്ടോട് കൂടി 2775 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിനും നമുക്ക് വരും ദിവസങ്ങളിലേക്ക് ഒരു 20%-അധികം മുകളിലേക്ക് ഉള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ ഞങ്ങളൊരു ഡയമണ്ട് പിക്ക് സീരീസിൽ ഞങ്ങളൊരു ഡയമണ്ട് പിക്ക് 19 എന്നുള്ള ആവലോൺ എന്നുള്ള സ്റ്റോക്ക് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൻ്റെ ഒപ്പം ഒരു ഫ്രീ ആയിട്ടൊരു ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ള അതൊരു അഡീഷണൽ സ്റ്റോക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഡയമണ്ട് പിക്ക് 19 നൽകിയിരുന്നതാണ്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക്. ഇത് ഞങ്ങൾ ഈ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരുന്നത് 80 അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റായിരുന്നു 160. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ആ സമയത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ പലരും സ്റ്റോക്ക് അതൊരു മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലരും അത് വിൽക്കാൻ മടി കാണിച്ചിരുന്നതുകൊണ്ട് പലരുടെ പോർട്ട്ഫോളിയോയും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല പെർഫോമൻസോട് കൂടി വീണ്ടും ഒരു 100 താഴേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ 138 ഒരു ഹ്യൂജ് റാലി കഴിഞ്ഞ വീക്കിൽ നടത്തുകയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ റെക്കമെൻഡേഷനോട് അനുബന്ധിച്ച് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തപ്പോൾ വാങ്ങി പലരും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരോടുള്ള നമുക്കുള്ളൊരു അഡ്വൈസ് 160 എന്നുള്ള ടാർഗറ്റ് വരെയും ഹോൾഡ് ചെയ്യുക, അതിനുശേഷം അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുറേയധികം പേര് അതിലൊരു എന്താണ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ടാർഗറ്റ് ഇനിയും ഈ മൂവ്മെൻറ്റിലും ഒരു 160 തന്നെയാണ്. അപ്പോൾ അവിടം വരെയും ഹോൾഡ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഡയമണ്ട് പിക്ക് 26 ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്തിരുന്നു. ഡിസംബർ മന്തിൽ. ആ ഒരു ഡിസംബർ മന്തിൽ ഞങ്ങളൊരു ഡിസ്കൗണ്ടോട് കൂടിയാണ് സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്.
ആ സ്റ്റോക്കിൻ്റെ കുറേയധികം പേര് മലയാളികളിൽ കുറേയധികം പേര് അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പലരുടെയും ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് അങ്ങനെ ഒരു ഡിസ്കൗണ്ടോട് കൂടി ആ ഓഫർ വരുമ്പോൾ കുറേയധികം പേർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കുറച്ച് ക്യാപിറ്റൽ കുറവുള്ളവർക്ക് അത് സാധിക്കുന്നുണ്ട് ഉള്ളൊരു ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ജനുവരി മന്തിലും ഒരു ന്യൂ ഇയർ ഓഫറോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 27 റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ മാസത്തേതുപോലെ തന്നെ ജനുവരി 15 വരെയും പ്രീ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഡിസ്കൗണ്ട് ആയിട്ടുള്ള 15,400 എന്നുള്ളത് ലഭിക്കുക. അതായത് ഡയമണ്ട് പിക്ക് ഒരെണ്ണത്തിന് 35,400 ആണ് ഒറിജിനൽ കോസ്റ്റ്. അതിൽ 15,400 ഇത്തവണയും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതായത് ജസ്റ്റ് 20,000 ഡയമണ്ട് പിക്ക് 27 നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഒരു ഡയമണ്ട് പിക്സ് ഞങ്ങൾ പലപ്പോഴും ക്ലയൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ വാട്സപ്പ് വഴിയാണ് കഴിഞ്ഞ വർഷം 2024 വരെ നൽകിയിരുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും അത് ആ റിപ്പോർട്ട്സ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം റവന്യൂ ലോസ് വരുന്നുണ്ട്. പലരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് ആ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുന്നത്. കാരണം ഒരുപക്ഷെ ഒരാൾക്കാണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് പിന്നെ പലരുടെ അടുത്തേക്കും അത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഓരോ ഷെയറിങ്ങിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20,000-ലധികമാണ് ഈ കഴിഞ്ഞ റിപ്പോർട്ടാണെങ്കിൽ പോലും നഷ്ടം വരുന്നത്. അല്ലെങ്കിൽ $30,000 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു GST കഴിഞ്ഞുള്ള ഫിഗറാണ് ഒരു ഡയമണ്ട് പിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നഷ്ടം വരുന്നത്. അപ്പോൾ അതൊരു ഹ്യൂജ് ലോസാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ടായിരുന്നത്. എന്തായാലും 2025 ഞങ്ങളത് ഷെയറിങ് എന്നുള്ളൊരു ഓപ്ഷൻ മാക്സിമം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡയമണ്ട് പിക്സ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഡയമണ്ട് പിക്കിൻ്റെ റിപ്പോർട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആപ്പിൽ മാത്രമായിരിക്കും അത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ അതിൽ ഷെയറിങ് വളരെയധികം കുറയുകയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് വരികയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറവിൽ ഞങ്ങൾക്ക് ക്ലയൻസിന് നൽകാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഈ മാസത്തെ മുതലുള്ള ഡയമണ്ട് പിക്ക് 27 മുതൽ ആപ്ലിക്കേഷനിലൂടെ മാത്രമായിരിക്കും റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ മെൻഷൻ ചെയ്യുകയാണ്. അതുപോലെ ഡയമണ്ട് പിക്ക് 27 നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം, ജസ്റ്റ് 20,000 മാത്രം അടച്ചുകൊണ്ട്. അതുപോലെ ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിലും വെൽത്ത് ബിൽഡർ പാക്കിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത സ്റ്റോക്കുകളുടെ സാമ്പിളായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ലുമാക്സ് ടെക്നോളജി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 540 എൻ്റർ ചെയ്തതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 675 എന്നുള്ള ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 25% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കിൽ മാൻ ഇൻഫ്ര എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 158 അതിനുശേഷം 255 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 61% പ്രോഫിറ്റാണ് മാൻ ഇൻഫ്രയിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് GPIL ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 205 അതിനുശേഷം 230 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റാണ് GPIL ബുക്ക് ചെയ്തത്. അതുപോലെ ഞങ്ങൾ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി ആസ്കോട്ടോ ലിമിറ്റഡ് ഞങ്ങൾ എൻ്റർ ചെയ്തത് 435 അതിനുശേഷം 495 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതുപോലെ ജിനസ് പവർ ഞങ്ങൾ 425 എൻ്റർ ചെയ്തിരുന്നത്, അതിനുശേഷം 480 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റാണ് ജിനസ് പവറിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ബ്ലിസ് GVS 132 എൻ്റർ ചെയ്തതിന് ശേഷം 165 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 25% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ബ്ലിസ് GVSൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ITI വളരെ നല്ല രീതിയിലുള്ള റാലിയാണ് കഴിഞ്ഞ വീക്കിൽ നടത്തിയത്. സ്റ്റോക്ക് 36% കഴിഞ്ഞ വീക്കിൽ റാലി നടത്തി ക്ലോസ് ചെയ്തത്. ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി 23% ഉയർന്നും, സരിഗമ 18% ഉയർന്നും, PTC ഇൻഡസ്ട്രീസ് 16% ഉയർന്നും, ഇന്ത്യൻ റിന്യൂവബിൾ 15% ഉയർന്നും, ബ്ലൂ സ്റ്റാർ 14% ഉയർന്നും, അവന്യൂ സൂപ്പർ മാർട്ട്സ് 14% ഉയർന്നും, സെഞ്ച്വറി പ്ലൈബോർഡ്സ് 14% ഉയർന്നും, ഇൻഡപ്രസ്ഥ ഗ്യാസ് 13% ഉയർന്നും, ഓയിൽ 12% ഉയർന്നും,
ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ 11% ഉയർന്നും, ആസ്ട്രസെനിക്ക ഫാർമ 11% ഉയർന്നും, UTI അസറ്റ് മാനേജ്മെൻറ്റ് 11% ഉയർന്നും, ചോളമണ്ഡലം 11% ഉയർന്നും, ചോളമണ്ഡലം ഫിനാൻസ് 10% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം വളരെ നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അടുത്ത ആഴ്ചയിലും കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS 11,041.5 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,253.7 crores ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമുക്ക് കാണാം 27th ഡിസംബറിന് 2024 ലാസ്റ്റ് 3 ദിവസങ്ങളിലും മാർക്കറ്റ് ഒരു കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. 27th ഡിസംബറിന് 23,813 ക്ലോസ് ചെയ്തിരുന്നത്. 30th ഡിസംബറിന് 168 പോയിൻറ്റ്സ് താഴ്ന്നും. അതിനുശേഷം 31st ഡിസംബറിന് യാതൊരു ചേഞ്ചും ഇല്ലാതെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ 1st ജാനുവരി 98 പോയിൻറ്റ്സ് ഉയർന്നും. അതിനുശേഷം 2nd ജാനുവരിയിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റാലി ആയിട്ടുള്ള 445 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനുശേഷം 3rd ജാനുവരി 183 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനോട് കൂടിയും എന്തായാലും കഴിഞ്ഞ വീക്കിൽ 191 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോട് കൂടിയാണ് നിഫ്റ്റി 2025 ഫസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്ക് കാണാം ഡിസംബർ മന്ത് 486 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം ജനുവരിയിൽ 359 പോയിൻറ്റ്സിൻ്റെ അഡീഷനോട് കൂടിയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട ഡെയിലി മൂവിങ് ആവറേജസ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 23,899ലും, 50 DMA വരുന്നത് 24,131ലും, 20 DMA വരുന്നത് 24,143ലും, 100 DMA വരുന്നത് 24,625ലുമാണ്. അതുപോലെ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 23,897 ആണ്. അതിന് മുകളിലേക്ക് റെസിസ്റ്റൻസുകൾ വരുന്നത് 24,334, 24,514, 24,663, 25,100, 25,384, 25,912 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 23,897 താഴെ സപ്പോർട്ടുകളായിരിക്കുക 23,567, 23,189, 22,801, 22,590, 21,720 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 24,663, ലോവർ റേഞ്ച് 22,801 പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 23,897 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. ഈ വീക്കിൽ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് സരിഗമയാണ്. നമ്മളിപ്പോൾ കാണുന്ന സരിഗമയുടെ ചാർട്ടാണ്. നമുക്ക് കാണാം സ്റ്റോക്ക് 551 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് സരിഗമയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 617 അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് സരിഗമയാണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ടാജ് GVK ആണ്. ഈ സ്റ്റോക്ക് 445 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് ഈ ലെവലിന് മുകളിലുള്ള അടുത്ത റെസിസ്റ്റൻസ് 498 അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ITI, ലാറസ് ലാബ്സ്, മണപ്പുറം ഫിനാൻസ്, അശോക് ലൈലൻഡ്, അതുപോലെ തന്നെ ടൈം ടെക്നോപ്ലാസ്റ്റ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ടോടുകൂടി അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലും ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.